രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരുകയാണ്. അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ.പി. നദ്ദ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയും ഒരു വിഭാഗം ചർച്ചയാക്കും. എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാർട്ടി നിലപാടിന് വിരുദ്ധമായി സംസാരിക്കുന്നതിലുള്ള അതൃപ്തി നേതാക്കൾ ജെ.പി. നദ്ദയെ അറിയിക്കും. വിവരങ്ങൾ നൽകാനായി ഷിജോ കുര്യനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഇന്ന് ജെ.പി. നദ്ദയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുമ്പോൾ ചില വിവാദങ്ങൾ മുന്നിലുണ്ട്, പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട്. ബി.ജെ.പി. കൌൺസിലർ അനിലിന്റെ ആത്മഹത്യ, ഒപ്പം എയിംസ് വിഷയത്തിലെ വ്യത്യസ്ത നിലപാട്, ഇതൊക്കെ തന്നെ സ്വാഭാവികമായും ചർച്ചയിൽ ഉയർന്നു വരില്ലേ? സൈഫു, ദിവ്യ, സ്വാഭാവികമായിട്ടും ബി.ജെ.പിയുടെ ആദ്യത്തെ സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരുമ്പോൾ അതിനകത്ത് ഒട്ടനവധിയായിട്ടുള്ള വിവാദ വിഷയങ്ങളടക്കം ഉയർന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. സ്വാഭാവികമായിട്ടും ആ വിഷയങ്ങളൊക്കെ അതിൽ ചർച്ചയും ഉണ്ടാവും. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗമാണ്. അത് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഇതിനകത്ത് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരുക്കമാണ്. അതിന് ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണം, ഏതൊക്കെ രീതിയിലുള്ള തന്ത്രങ്ങളാണ് മെനയേണ്ടത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യുക, അതിലേക്ക് ഒരുങ്ങുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള അജണ്ടയായിട്ട് ബി.ജെ.പി. നേതാക്കൾ പറയുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട വിവാദമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ബി.ജെ.പിയുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ശൈലിയിൽ നിന്നുള്ള ഒരു മാറ്റം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് നയപരമായിട്ട് ബി.ജെ.പി. നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി, ഒരു ശൈലി രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയിൽ അധ്യക്ഷനായതിനു ശേഷം സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തിനിടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു ക്രിസ്ത്യൻ പ്രീണനം നടത്തിക്കൊണ്ട് വോട്ടുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം, അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ഹൈന്ദവ വോട്ടുകൾക്കിടയിലേക്ക് കൂടുതൽ അടുക്കാതെ ഒരു അടുപ്പം കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം മുരളീധര പക്ഷം നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ വി മുരളീധര പക്ഷം ഉന്നയിക്കും. അതോടൊപ്പം തന്നെയാണ് മറ്റു പല വിഷയങ്ങൾ. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പിക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് വിവാദങ്ങൾ ഇങ്ങനെ വാലേ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കേരളത്തിലേക്ക് എയിംസ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് പോലും ഉറപ്പില്ല. അപ്പോൾ കോഴിക്കോട് കിനാലൂരിൽ വരുമെന്ന് പറയുന്നു, കാസർഗോഡ് വരുമെന്ന് പറയുന്നു, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ എയിംസ് സ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ്. അപ്പോൾ അതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ പോയി കണ്ടപ്പോൾ കേരളത്തിന് എയിംസ് ഉറപ്പാണ്, പക്ഷേ എവിടെയാണ് തീരുമാനിച്ചത് എന്ന കാര്യമൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സുരേഷ് ഗോപി അത് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ബി.ജെ.പി. നേതാക്കൾക്കിടയിൽ പോലും വലിയ അമർഷമുണ്ട്. കാരണം നേതാക്കളുടെ ഒരു അഭിപ്രായ സമന്വയത്തിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിവാദ വിഷയമായിട്ട് സംസ്ഥാന സമിതിയിൽ ഉയർന്നു വരും. അതിനും അപ്പുറത്തേക്ക് തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ ബി.ജെ.പി. കൗൺസിലറായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വം വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടില്ല. ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ആ ആത്മഹത്യ വലിയ തരത്തിൽ ആരോപണമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം നടത്തിയിട്ടില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വരും. അപ്പോൾ അത് ഈ പറയുന്ന ബി.ജെ.പി. ദേശീയ അധ്യക്ഷന് മുമ്പാകെ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് നിൽക്കുന്ന മുരളീധര പക്ഷത്തിന്റെ അടക്കമുള്ള തീരുമാനം. സ്വാഭാവികമായിട്ടും വിവാദ വിഷയങ്ങളൊക്കെ ഇതിനകത്ത് ഉയർന്നു വരും. അതിനും അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ ഏതൊക്കെ രീതിയിലുള്ള രാഷ്ട്രീയ സ്ട്രാറ്റജി സ്വീകരിക്കണം എന്നുള്ള വിഷയങ്ങൾ കൂടി ആയിരിക്കും ഒരുപക്ഷെ ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. അതോടൊപ്പം വിവാദ വിഷയങ്ങൾക്കും ഒട്ടും പഞ്ഞമുണ്ടാവില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഈ അഭിപ്രായ ഭിന്നതകൾ അത് മറനീക്കി പുറത്തു വരുന്നത് വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ബി.ജെ.പി. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചും നിർണായക യോഗമാണ് അല്ലേ? അദ്ദേഹം അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന സമിതിയാണ്. അപ്പോൾ കാര്യമായ വിമർശനങ്ങൾ ഉയർന്നാൽ അദ്ദേഹത്തിന് പണിയാണ്.